നമസ്കാരം. പടക്കളം ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത 2 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഈ മണ്ഡലം. പത്തനംതിട്ടയിലും കോട്ടയത്തും. കോട്ടയത്തെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. UDF സീറ്റ് നിലനിർത്താൻ ശക്തമായി പോരാടുമ്പോൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് LDFനുള്ളത്. BJPയും ശക്തമായ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട എന്നത് ഒരു പ്രത്യേകത കൂടിയാണ്. പടക്കളത്തിൽ അതിഥികളായി എത്തുന്നു അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം, DCC പ്രസിഡന്റ് ബാബു ജോർജ്, ഒപ്പം ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു. അതോടൊപ്പം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരും ഈ ചർച്ചയിൽ അതിഥികളായി എത്തുന്നു. ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം പ്രാദേശിക രാഷ്ട്രീയവും കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചൂടേറിയ വാഗ്വാദങ്ങളും ചർച്ചകളുമാണ് എങ്ങും ഉയരുന്നത്. BJP 5 വർഷം പൂർത്തിയാക്കുമ്പോൾ നിരവധി വിഷയങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. BJPയുടെ 5 വർഷത്തെ ഭരണം നേട്ടങ്ങൾ കൊണ്ടുവന്നുവോ, പ്രതിപക്ഷ ഇടപെടലുകൾ ഫലപ്രദമായിരുന്നുവോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം ശ്രീ കെ അനന്തഗോപൻ, BJP 5 വർഷം പൂർത്തിയാക്കുന്നു, രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലം. ഈ സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം കേരള രാഷ്ട്രീയം, അതോടൊപ്പം ഈ മണ്ഡലത്തിന്റെ വികസന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന NDA സഖ്യ സർക്കാരിനെ പുറത്താക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഇന്ന് ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 5 വർഷക്കാലമായി BJP നടപ്പാക്കിയ ജനദ്രോഹ നടപടികൾ, ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ, രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള കലാപങ്ങൾ, ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും എന്നതാണ് ഞങ്ങൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ്. ആ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ BJPക്ക് ആയിട്ടുണ്ടോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. 15 ലക്ഷം രൂപ കള്ളപ്പണം, വിദേശത്തുള്ള കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു നയാ പൈസ ആർക്കെങ്കിലും കൊടുത്തോ? BJP ഉത്തരം പറയണം. അതേപോലെ തന്നെ 2 കോടി തൊഴിൽ ദിനങ്ങൾ ഒരു വർഷം ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് 1,10,00,000 തൊഴിൽ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിച്ച ഗവൺമെൻറ്, ആ BJP ഈ ഇന്ത്യ രാജ്യത്തെ തൊഴിലന്വേഷകരായിട്ടുള്ള ചെറുപ്പക്കാരോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കർഷകരുടെ ആത്മഹത്യ, ഇന്ത്യ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെൻറ് നൽകിയ അഫിഡവിറ്റിൽ തന്നെ പറയുന്നു 12,000 കർഷകർ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നു എന്ന്. നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ള എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർദ്ധിക്കുന്നു. ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെൻറ് ആവുന്നില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത സാഹചര്യം ഒരുക്കുകയാണ്. വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട്, കർമാപസയുടെ പേര് പറഞ്ഞുകൊണ്ട്, മാംസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, പശുക്കടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ലവ് ജിഹാദിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുകയാണ് ഈ സംഘപരിവാർ ഈ ഭരണത്തിൻ്റെ തണലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തേക്ക് എത്തിയാൽ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ജനക്ഷേമകരങ്ങളായ, ജനോപകാരപ്രദങ്ങളായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് 1000 ദിവസക്കാലം കൊണ്ട് 1000 പദ്ധതികൾ നടപ്പാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളത്തിൽ നിന്ന് അധികാരത്തിലിരിക്കുന്നത്. കഴിഞ്ഞ UDF ഗവൺമെൻറ് ഈ നാട്ടിലെ ദുർബല ജനവിഭാഗങ്ങൾക്ക് അവർക്ക് നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ 500 രൂപയായിരുന്നെങ്കിൽ അത് പിന്നീട് അവസാനം 600 രൂപയാക്കിയെങ്കിൽ ഇന്ന് 3 വർഷക്കാലം കൊണ്ട് 1200 രൂപയാക്കി 52 ലക്ഷം കുടുംബങ്ങൾക്ക് 14,400 രൂപ അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. സമസ്ത മേഖലകളിലും കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ നമ്മുടെ കണ്ണൂർ വിമാനത്താവളം പൂർത്തീകരിച്ച് അത് പ്രവർത്തന ബന്ധാവിലേക്ക് കൊണ്ടുവരാൻ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ, അതോടൊപ്പം തന്നെ മെട്രോ, ഇപ്പോൾ തീരദേശ ഹൈവേ, നാടിൻ്റെ വികസനത്തിന്
ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇവിടെയാണ് വിശ്വാസി അവിശ്വാസി തർക്കം പറഞ്ഞ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ UDF-ഉം BJP-യും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ കാര്യം പറഞ്ഞാൽ 10 വർഷമായി ഇവിടെ ഒരു MP ഉണ്ട്. ഇവിടെ ഈ ജില്ലയിലെ ഏറിയ പ്രദേശങ്ങളും പ്രളയത്തിൽ മുങ്ങി ജനങ്ങൾ ദുരിതമനുഭവിച്ചു. ഈ MP എവിടെയായിരുന്നുവെന്ന് ആർക്കെങ്കിലും അറിയാം? ആരെങ്കിലും പറയട്ടെ. ഈ MP-യെ ആ 15-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള തീയതിയിൽ ഈ പത്തനംതിട്ടയിൽ ആ MP-യെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു സഹായം ചെയ്യാൻ, ഒരു ഭക്ഷണപ്പൊതി കൊടുക്കാൻ, ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആവശ്യമായ ഷെൽട്ടർ ഒരുക്കാൻ, ഏതെങ്കിലും ഒരു നടപടി, ഒരു പുതപ്പ് കൊണ്ട് കൊടുക്കാൻ കഴിയാത്ത MP-യാണ് ഈ പത്തനംതിട്ടയിലെ MP എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇവിടെ എന്ത് വികസനം നടന്നു? തിരുവല്ലയിൽ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതാണ്. സുജാത MP ആയിരിക്കുന്ന കാലത്തിന് പദ്ധതികൾ തയ്യാറാക്കിയതാണ്. പക്ഷേ ആ നടപടികൾ പൂർത്തീകരിക്കാൻ MP-ക്ക് കഴിഞ്ഞില്ല. ശ്രീ ബാബു ജോർജ്, നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ 5 വർഷക്കാലം ഈ നാടിനെ ഭരിച്ച് മുടിച്ച് ജനങ്ങളെ തമ്മിലെടുപ്പിച്ച ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഒന്നായി പറയുന്ന ഒരു സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മോദി മാറണം, മോദി മാറണം എന്ന മുദ്രാവാക്യം അവിടെ എല്ലാം ഇന്ത്യ മുഴുവൻ ഇപ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യം ചൗക്കിദാർ ആരാ? രാജ്യത്തിൻ്റെ കാവൽക്കാരനായ വന്ന ആൾ രാജ്യത്തിൻ്റെ കള്ളനായി മാറി എന്ന മുദ്രാവാക്യമാണ് ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്നത്. ചൗക്കിദാർ എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ചോർ ചോർ എന്ന മുദ്രാവാക്യം വിളിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പോകണം എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തെല്ലാം മോഹന സുന്ദര വാഗ്ദാനങ്ങളാണ് കൊടുത്ത്. അച്ഛാദിൻ വരും എന്ന് പറഞ്ഞു. അച്ഛാദിൻ വന്നോ? 5 വർഷമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദിവസങ്ങളെല്ലാം അവരുടെ കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളായിരുന്നു. നോട്ട് നിരോധനം കൊണ്ടുവന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ നിന്ന് മരണമടഞ്ഞ കഥയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന നശിപ്പിച്ചു. അതുപോലെ വിദേശത്തുള്ള മുഴുവൻ കള്ളപ്പണവും തിരിച്ചു കൊണ്ടുവന്നില്ല. നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാം. സംസ്ഥാനത്തേക്കും പത്തനംതിട്ട മണ്ഡലത്തിലേക്കും കൂടി എത്തിയാൽ വളരെ ചുരുക്കി 2 മിനിറ്റിനുള്ളിൽ. സംസ്ഥാന ഭരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അച്ഛാദിൻ വരും എന്ന് മോദി പറഞ്ഞതുപോലെ വലിയ മുദ്രാവാക്യവും പരസ്യവുമായിരുന്നു. എല്ലാം ശരിയാകും. എന്താ ശരിയായേ? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? നമ്മുടെ ബഹുമാനപ്പെട്ട അനന്തഗോപ സഭ കണ്ണൂർ വിമാനത്താവളത്തെ കുറിച്ച് പറഞ്ഞു. അത് വളരെ കഷ്ടം തന്നെയാണ്. കണ്ണൂർ വിമാനത്താവളത്തിന് ഒരു പിതാവ് ഉണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, അത് ഉമ്മൻചാണ്ടിയാണ്. യാതൊരു തർക്കവുമില്ല. അതുപോലെ മെട്രോ ട്രെയിന് ഒരു പിതാവ് ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ്. യാതൊരു സംശയം വേണ്ട. വിഴിഞ്ഞം ഹാർബറിന് ഒരു പിതാവ് ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ്. യാതൊരു തർക്കവും വേണ്ട. മാത്രമല്ല, കേരളത്തിലെ 564 പാലങ്ങൾ, പുതിയ മേൽപ്പാലങ്ങൾ ഉണ്ടാക്കി കേരളത്തിന്റെ വികസന പന്താവിലേക്ക് ഇട്ടത് ഉമ്മൻചാണ്ടിയുമാണ്. ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ. ഈ സർക്കാർ ഒന്നും ചെയ്തില്ല. പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണി ലോക്സഭയുടെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച MP-യാണ്. റെക്കോർഡുകൾ പരിശോധിച്ചാൽ 14-ാം സ്ഥാനമാണ് MP-ക്കുള്ളത്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമായിരുന്നു വിദ്യാഭ്യാസ ലോൺ. ആ വിദ്യാഭ്യാസ ലോൺ പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടിരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ പലിശ കുറയ്ക്കണമെന്നും പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ലോൺ എഴുതി തള്ളണമെന്നും ഇന്ത്യൻ പാർലമെന്റിൽ അവകാശപ്പെട്ട ഇന്ത്യൻ പാർലമെന്റ് രേഖകൾ പരിശോധിക്കാവുന്നതാണ്. അത് ആ രേഖകളിൽ കാണുന്നതാണ്. അതിനുവേണ്ടി ശക്തമായ രീതിയിൽ നിരന്തരമായി പോരാടി കേരളത്തിലെ വിദ്യാഭ്യാസ ലോൺ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒട്ടേറെ ആളുകളുടെ ലോണുകൾ എഴുതിത്തള്ളുന്നതിനും പലിശ കുറയ്ക്കുന്നതിനും MP-യുടെ സമഫലമായി കഴിഞ്ഞു. അതുപോലെ ഈ ജില്ലയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് വികസന ഫണ്ടുകൾ, ഒട്ടേറെ റോഡ് വികസന ഫണ്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് നടപ്പാക്കി. അഡ്വക്കേറ്റ് നോബൽ മാത്യു, നമ്മുടെ രാജ്യത്ത് പുതിയതായിട്ട് കഴിഞ്ഞ 5 വർഷം മുമ്പ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു. അതിനു മുമ്പ് 10 വർഷം UPA സർക്കാരാണ് ഭരിച്ചിരുന്നത്. ആ 10 വർഷത്തിൽ ആദ്യത്തെ 5 വർഷം ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് UPA സർക്കാർ ഭരിച്ചിരുന്നത്. ആ UPA സർക്കാരിനെ ജനങ്ങൾ പുറന്തള്ളിക്കൊണ്ടാണ് നരേന്ദ്രമോദിയെ അധികാരത്തിൽ കൊണ്ടുവന്നത്.
നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും വെള്ളത്തിലും അഴിമതി നടന്നിരുന്നു. ആ അഴിമതികൾ കഴിഞ്ഞ 59 മാസങ്ങൾ കൊണ്ട് അഴിമതികൾ ഒരു പ്രധാനമന്ത്രിക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ ശരിയായ രീതിയിൽ ഒരു അഴിമതി പോലും ഉന്നയിക്കുവാൻ സാധിച്ചിട്ടില്ല. ആകെപ്പാടെ ഉന്നയിച്ചത് ഒരു അഴിമതിയാണ്. അതിന് പാർലമെൻറ്റിൽ വ്യക്തമായ മറുപടിയും നൽകി. അതുകൂടാതെ സുപ്രീം കോടതി ആ അഴിമതിയിൽ യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. നരേന്ദ്രമോദി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകനാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ മുദ്രാവാക്യം ഭാരതത്തിൻ്റെ പരമ വൈഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് ആധ്യാത്മികമായും ഭൗതികമായും സാമ്പത്തികമായും നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ ഇവിടെ വന്ന അടിമത്തങ്ങൾ 1400 വർഷത്തെ അടിമത്തങ്ങൾ മൂലം നമ്മൾ പിന്നോട്ട് അടിക്കപ്പെട്ടു. ആ ലോകരാഷ്ട്രങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു കാലത്തേക്ക് ഭാരതത്തെ തിരിച്ചു കൊണ്ടുവരിക, സ്വാമി വിവേകാനന്ദൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ആ മന്ത്രം ഉരുവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് നരേന്ദ്രമോദി. അതിൻ്റെ ഭാഗമായിട്ട് ഭാരതം ഇന്ന് സാമ്പത്തിക ശക്തിയായി മൂന്നാം ലോക ശക്തിയായിട്ട്, മൂന്നാമത്തെ ശക്തിയായിട്ട് ഭാരതം വളർന്നിരിക്കുന്നു. അന്തർദേശീയ തലത്തിൽ ഭാരതത്തിൻ്റെ ഇമേജ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ വലിയ തെളിവാണല്ലോ പുൽവാമയിൽ നമ്മുടെ 40 ഭടന്മാരെ ഭീകരന്മാർ കൊലപ്പെടുത്തി. അതിനുശേഷം ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ കഴിഞ്ഞ 26-ാം തീയതി രാവിലെ 3:40 ആരംഭിച്ച 40 മിനിറ്റ് കൊണ്ട് നടന്ന ആ സംഭവത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിനെതിരായിരുന്നു. പക്ഷേ UN-ൽ ചൈന ഒഴിച്ചെല്ലാവരും ഭാരതത്തിന് അനുകൂലമായിട്ട് നിന്നു. അവസാനം അഭിനന്ദൻ വർത്തമാനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഭാരതത്തിനുള്ള പേര് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്തു, കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഫണ്ടും, കണ്ണൂർ വിമാനത്താവളമായിക്കൊള്ളട്ടെ, ഏത് ഫണ്ടും, വിഴിഞ്ഞം ഹാർബർ ആയിക്കൊള്ളട്ടെ, ഏത് ഫണ്ടും കേന്ദ്രം കൊടുത്താണ്. അവസാനമായി നമ്മുടെ ഇവിടുത്തെ ദുരന്ത നിവാരണത്തിൽ പോലും ഫണ്ട് കേന്ദ്രം കൊടുത്താൽ, ഇവിടുത്തെ റോഡുകളുടെ കാര്യത്തിലും ഫണ്ട് കേന്ദ്രം കൊടുത്താൽ, അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ അത് സംസ്ഥാന സർക്കാരുകളാണ് അത് ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം നമ്മുടെ നാട്ടിലെ വികസനത്തിലേക്ക് വരിക. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വികസനമായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോൾ ആറന്മുള വിമാനത്താവളത്തിൻ്റെ കാര്യം പറഞ്ഞു. ആറന്മുള വിമാനത്താവളത്തിനെതിരെ RSSും BJPയും സമരം ചെയ്തു, CPMും സമരം ചെയ്തു എന്ന് പറയുകയുണ്ടായി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ആറന്മുള വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്, ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് 4 ആൾ പൊക്കം വെള്ളം ഉണ്ടായിരുന്നു. നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും വെള്ളമുണ്ടായി. അപ്പം അങ്ങനെ ഒരു വിമാനത്താവളം വന്നിരുന്നെങ്കിൽ വെറുതെ മോശമാണ്. പക്ഷേ അതിനേക്കാൾ നല്ല സ്ഥലം, ഇപ്പോൾ ഞാൻ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് പറയാമെന്ന് തന്നെ വെച്ചു, ഇപ്പോൾ അതിനേക്കാളും നല്ല സ്ഥലം പറയട്ടെ, അതിനേക്കാൾ നല്ല സ്ഥലം ചേനപ്പാടിയിൽ, നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ എരുമേലി പഞ്ചായത്തിൽ അവിടെ സ്ഥലം കണ്ടിട്ടുണ്ട്. ആ സ്ഥലം പണ്ടൊരു പ്രശ്നമുള്ള സ്ഥലമായിരുന്നു. ആ പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് അവിടെ വിമാനത്താവളം കൊണ്ടുവരണം. അങ്ങനെയാണ് അവിടെ വികസനം നടപ്പിലാക്കേണ്ടത്. അവിടെ എത്ര വെള്ളം, ഇപ്രാവശ്യവും വെള്ളം പൊങ്ങിയില്ല, അതിന്റെ അടുത്ത് പോലും വെള്ളം പൊങ്ങിയില്ല. എനിക്ക് ചോദിക്കാനുള്ളത് NDA വക്താവിനോടാണ്. സാധാരണക്കാർക്ക് നല്ല രീതിയിൽ നേട്ടമുണ്ടാക്കിയെന്ന് NDA സർക്കാർ പറയുന്നല്ലോ. നിങ്ങളെ ഈ കുതിരപ്പുറത്തും കാളപ്പുറത്തും വളരെ വലിയ രീതിയിൽ സമരം ചെയ്തല്ലോ പെട്രോൾ ഉൽപ്പന്നത്തിന് വില കൂടിയപ്പോൾ. ഇപ്പോഴും 70-80 രൂപയായി കിടക്കുന്ന ഇത്രയും നാളായി നിങ്ങൾക്ക് വില കുറയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? സാധാരണക്കാരൻ്റെ ചോദ്യമാണ് ഒന്ന്. രണ്ടാമത്, ഈ കേരളത്തിലെ 5 വിമാനത്താവളങ്ങൾ നിങ്ങൾ വൻകിട കുത്തകൾക്ക് അടിയറ വയ്ക്കാൻ പോകുന്നു. അനിൽ അംബാനി അതുപോലെ റിലയൻസ് പോലുള്ള കുത്തകൾക്ക്. ഇതിന്റെ നേട്ടം, അദാനി, ഇതിന്റെ നേട്ടം എന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കി തരണം. രണ്ടാമത്, പുൽവാമയിലെ ഭീകരാക്രമണം നയതന്ത്ര രംഗത്തെ പരാജയമല്ലേ? കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ പെട്രോളിന്റെ വില 2 രൂപ കുറച്ചു. 2 രൂപ സർക്കാർ 2 രൂപ 10 രൂപ കൂട്ടുമ്പോൾ അത് 5 രൂപ സംസ്ഥാന സർക്കാരിനാണ് കിട്ടുന്നത്. 2 രൂപ കുറയ്ക്കുമ്പോൾ 2 രൂപ കുറയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാരും അതേ രീതിയിൽ 2 രൂപ കുറയ്ക്കണം. മധ്യപ്രദേശ്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പെട്രോളിന്റെ വില ഇതിനേക്കാൾ കുറവാ. അത് കേരള സർക്കാർ അത് കുറയ്ക്കാൻ തയ്യാറാകത്തോണ്ടാ, അതുകൊണ്ടാണ് കുറയ്ക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വില കൂട്ടണം, ഞാൻ കൂടെ. രണ്ടാമത്, പുൽവാമയില് നയതന്ത്ര ഇടപെടലിന്റെ പ്രശ്നമല്ല, അവിടെ
ഇന്റലിജൻസ് പരാജയം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ഇന്റലിജൻസ് പരാജയപ്പെട്ടു എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതല്ല. നിക്ക പറയട്ടെ. അല്ല അത് ചോദിക്കാം. നമുക്ക് ചോദിക്കാം. മൈക്ക് തരാം. മൈക്ക് തരാം. നമുക്ക് ചോദിക്കാം. 1 by 1 ആയിട്ട് എല്ലാവർക്കും അവസരം തരാം. മറുപടി പറയട്ടെ. ഈ വിമാനത്താവളങ്ങൾ സ്വകാര്യ രീതിയിൽ ഓടിയാലും പൊതു രീതിയിൽ ഓടിയാലും ഈ നാട്ടിലെ സാധാരണക്കാരന് പ്രശ്നമല്ല. സാധാരണക്കാരന്റെ പ്രശ്നം പറയാം. അല്ല, സാധാരണക്കാരന്റെ പ്രശ്നം സാധാരണക്കാരന് വിമാനത്തിൽ പോകണോ, അവിടെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഒക്കുവോ, സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് വിഷയം. അത് അല്ല, അങ്ങനെയൊന്നും അല്ല. എങ്ങനെ അതൊന്നും ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതിന് കാശ് അതിൽ അഴിമതി ഉണ്ടോ, ഈ കോൺഗ്രസ് ചെയ്യുന്ന പോലെയോ CPM ചെയ്യുന്ന പോലെ അഴിമതി ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചോട്ടെ. ഇല്ല, അഴിമതി ഇല്ല, ഉണ്ടെങ്കിൽ തെളിയിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടികൾക്കെതിരെയുള്ള വിധിയെഴുത്ത് ആകുന്നതോടൊപ്പം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ് ശ്രീ പിണറായി വിജയൻ കൊലപാതകം നടത്തി ജനങ്ങളുടെ ഈ ജില്ലയിൽ ഒരു കൊലപാതകം ഉണ്ടായി. ചോദ്യത്തിലേക്ക് വരൂ. അത് ഈ ജനങ്ങൾ വിലയിരുത്തത്തില്ലേ? ഞാൻ പറയട്ടെ. ഗോപൻ സഖാവ് പറഞ്ഞു ഇവിടെ പ്രളയം മനുഷ്യനിർമ്മിതമായ പ്രളയമാണെന്ന് എല്ലാവരും പറയുന്നു. ആ പ്രളയമുണ്ടായപ്പോൾ MP എവിടെയായിരുന്നു? അദ്ദേഹം പത്രമൊന്നും വായിക്കുന്നില്ല. MP സാധനങ്ങൾ കളക്ടറോടൊപ്പം ചുമന്നുകൊണ്ട് മറുപടി പറയട്ടെ. ശ്രീ അനന്തഗോപൻ, കെ അനന്തഗോപൻ. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസുകാർക്ക് കൊലപാതക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറയാൻ എന്തെങ്കിലും ധാർമ്മിക അവകാശമുണ്ടോ? ഇവിടെ ഈ പത്തനംതിട്ടയിൽ തന്നെ നിങ്ങൾ എത്ര ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്? പ്രിയപ്പെട്ട ബാബു ജോർജിനെ അതൊന്നും അറിയത്തില്ല. പറയട്ടെ, പ്രിയപ്പെട്ട ബാബു ജോർജിനെ ഇതൊന്നും അറിയത്തില്ല. CV ജോസിനെ കൊന്നത് ഇവർക്ക് അറിയത്തില്ല. പിന്നെ നമ്മുടെ MS പ്രസാദിനെ കൊന്നത് ഇവർക്ക് അറിയത്തില്ല. രാജേഷിനെ കൊന്നത് ഇവർക്ക് അറിയത്തില്ല. അനിൽ വർഗീസിനെ കൊന്നത് ഇവർക്ക് അറിയത്തില്ല. എത്ര ചെറുപ്പക്കാരുടെ ജീവൻ അപഹരിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാരെന്നറിയുമോ ഈ പത്തനംതിട്ട ജില്ലയിൽ? ഇന്നലെ കടക്കൽ CPM പ്രവർത്തകനായ ബഷീർ, ആ ബഷീറിനെ കോൺഗ്രസ്സുകാരൻ 9 കുത്ത് കുത്തിയല്ലേ കൊലപ്പെടുത്തി? 9 കുത്ത്, ഒന്നും രണ്ടുമല്ല, 9 കുത്ത്. ചർച്ച വഴിമാറുന്നു. 9 കുത്ത് ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് എന്നാ കോൺഗ്രസ്സുകാരന് വെളിപാടുണ്ടായത്? ആദ്യഘട്ടത്തിൽ പ്രളയം ഉണ്ടായ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അടക്കം ആ പ്രളയത്തിൽ ഗവൺമെന്റിനോടൊപ്പം നിന്ന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി. അന്നൊന്നും അദ്ദേഹത്തിന് ഇത് പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന യാതൊരു ധാരണയുണ്ടായില്ല. സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഈ രംഗത്തെ പരമോന്നത സ്ഥാപനമാണ്. ആ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പരിശോധിച്ച് ഇവിടെ ഉണ്ടായ പ്രളയം പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമാണ്, മഴയുടെ കാഠിന്യം കൊണ്ടാണ് എന്ന് വ്യക്തമായ റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, പ്രളയം മനുഷ്യനിർമ്മിതമാണെങ്കിൽ അച്ചൻകോവിലാറ്റിൽ എങ്ങനെയാ സുഹൃത്തെ വെള്ളപ്പൊക്കം ഉണ്ടായത്? അച്ചൻകോവിലാറ്റിൽ എവിടെയാ അണയുള്ളത്? എവിടെയാണ് അണക്കെട്ട് തുറന്നു വിട്ടത്? ഇത് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? വിവരം മനസ്സിലാക്കാതെ പറയുന്നതിനോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി പറയുന്ന കാര്യങ്ങളാണ്. ഈ നാടിന് ഈ പ്രളയ ദുരന്തം ഉണ്ടായപ്പോഴും മറ്റു ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഈ നാടിനെ രക്ഷിക്കാൻ ആത്മാർത്ഥമായി നേതൃത്വമായി ആത്മവിശ്വാസത്തോടെ നേതൃത്വം കൊടുത്ത നേതാവാണ് സഖാവ് പിണറായി. നിങ്ങൾ അംഗീകരിക്കും. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഫാസിസം എന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട്. ആ ഫാസിസം എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി പങ്കെടുക്കാതെ നോബൽ മാത്യുവിനെ പോലുള്ള ഒരാളെ ഇവിടേക്ക് ചർച്ചയ്ക്ക് അയച്ചിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിരിക്കുന്നു കഴിഞ്ഞ 5 വർഷം കൊണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആ ഡേറ്റ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഒന്ന് വ്യക്തമാക്കണം. എവിടെ നിന്നാണ് ആ ഡേറ്റ കിട്ടിയത്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം 19ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. കാരണം ഈ രാജ്യത്ത് ബാങ്കുകളെല്ലാം കൂടി ലയിപ്പിച്ച് ആ പണം ഒരു ബാങ്കിൽ കൊണ്ടുവന്ന് അത് ഇതേപോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് വായ്പ കൊടുത്ത് അവരുടെ വായ്പ എഴുതിത്തള്ളുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ
ഈ മോദി ഗവൺമെന്റ് കോടാനുകോടി രൂപ ഇളവ് കൊടുത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ മോഡി ഗവൺമെന്റ് എന്ന് മാത്രമല്ല, ഇവിടെ GDP റേറ്റ് എവിടെ നിൽക്കുന്നു, ഇൻഫ്ലേഷന്റെ റേറ്റ് എവിടെ നിൽക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കണക്കുകൾ എക്കണോമിക് റിവ്യൂവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അഗ്നിപർവ്വത സമാനമായ ഒരു സാഹചര്യം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് നിൽക്കുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇനി ഒരു 15 വർഷം കൊണ്ട് പോലും നമുക്ക് ഈ ക്രൈസിസിൽ നിന്ന് കടന്നു മാറാൻ പറ്റില്ല. ഇപ്പോൾ ഇവരെ ഇതേപോലെ വലിയ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയ പണത്തിന്റെ ഒരു തുച്ഛമായ വിഹിതം ഈ 2000 രൂപയൊക്കെ പാവപ്പെട്ട കർഷകർക്ക് കൊടുത്ത് വോട്ടിന് പ്രതിഫലം കൊടുത്ത് വോട്ട് വാങ്ങി ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമമല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഒന്ന് എനിക്ക് മനസ്സിലായില്ല, ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അശോകൻ ചേട്ടന് പകരം എന്നെ വിട്ടത് ഫാസിസമാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ രീതിയിൽ ഞാൻ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ BJP ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിൽ BJPയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. അതുമാത്രമല്ല, ഞാൻ ഈ നിയോജകമണ്ഡലത്തിലെ പത്തനംതിട്ടയിലെ കാഞ്ഞിരപ്പള്ളി നിവാസിയാണ്. അപ്പൊ അങ്ങനെ ഒരാളെ പറഞ്ഞു വിടുന്നതിലാണ് ഫാസിസം എന്ന് എന്റെ സഹാവ് പറഞ്ഞെങ്കിൽ അതല്ല ഫാസിസം എന്നുള്ളതിനെ കുറിച്ച് അങ്ങ് അർത്ഥം മനസ്സിലാക്കണം. അല്ല, ഫാസിസം എന്ന് പറഞ്ഞാൽ അതാണെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഇവിടെ കുറെ ചെറിയ ഇതൊന്നും വായിച്ചാൽ പോരാ. വേൾഡ് എക്കണോമിക് റിവ്യൂ ഉണ്ട്, വേൾഡ് എക്കണോമിക് സൈറ്റിൽ കിട്ടും. അതിൻ്റെ അകത്ത് നോക്കുക, ഇന്ത്യ 3ാം ശക്തിയായിട്ട് വളരുന്നുണ്ടോ? എവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഉണ്ട്, അത് കാണിച്ചു തരാം. തെളിവൊന്നും വേണ്ട, അത് കാണിച്ചു തരാം. ഇങ്ങനെ വികസനം കാണുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന സമീപനം കാണിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, ഉദിച്ചുയരുന്ന ചന്ദ്രനെ നോക്കി ചന്ദ്രകാന്ത കല്ലുകൾ തിളങ്ങുമ്പോൾ കുറ്റിക്കാടുകളിൽ നിന്നും ചിലർ ഓളിയിടും. അതുപോലെ നരേന്ദ്രമോദിയെ കണ്ട് ഓളിയിടുന്നതേ ഉള്ളൂ. ഇതൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദാനിമാർക്കും അംബാനിമാർക്കും ഒന്നുമില്ല, കോൺഗ്രസ് ഒന്നുമില്ല, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2000 രൂപ കിട്ടിയതിനെ 6000 രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ കർഷകർക്ക് ഇന്ത്യയിലെ കർഷകർക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു 27 രൂപ പാവപ്പെട്ട കർഷകന് കൊടുക്കുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ ഒരു മാസം ഞാൻ കാഞ്ഞിരപ്പള്ളി വില്ലേജ് ഓഫീസില്, കൂവപ്പള്ളി വില്ലേജ് ഓഫീസില്, ചേനപ്പാടി വില്ലേജ് ഓഫീസിലൊക്കെ പോയതാ. അവിടെ ആൾക്കാരുടെ തിരക്ക് കാണണമായിരുന്നു. ആൾക്കാർ തിരക്കായിട്ട് കിട്ടുന്നു, വലിയ തിരക്കാ. അവർക്ക് കൊടുത്തു. മാർച്ച് 31 മുമ്പേ ഞങ്ങൾ കൊടുത്തിരിക്കും. അത് കൊടുക്കാൻ നിങ്ങൾക്കൊന്നും സാധിക്കില്ല. കൊടുക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന കൊഞ്ഞനം കുത്തിയുടെ കാര്യമില്ല. മോദിക്കെതിരെ രാഹുലിനെ മുന്നിൽ നിർത്തി ഞങ്ങൾ ഇന്ത്യ ഭരണം പിടിക്കുമെന്ന് പറയുന്നു. ഇന്ന് ഇന്ത്യയില് കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട്? 2004-ലും 2009-ലും കോൺഗ്രസ് ഗവൺമെന്റ് ഭരണത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ സഹായത്തോട് 62 സീറ്റിന്റെ സഹായത്തോടു കൂടിയാണ് 2004 ഭരണത്തിൽ കയറിയത്. 2009 അതുപോലെ തന്നെ പ്രതിപക്ഷ മറ്റു കക്ഷികളുടെ സഹായത്തോടെ. ഇന്ന് കോൺഗ്രസിന് UP-യിൽ 2 സീറ്റ് പ്രതിപക്ഷ കക്ഷികളായ BSPയും SP-യും കൂടെ ദാനം തന്നാൽ മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾ ഇന്ത്യയിൽ എങ്ങനെ ഭരണത്തിൽ വരും? ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ ഒന്ന്, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ? 2, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ? ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന്. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേടി. അടുത്ത ഉള്ള സംസ്ഥാനങ്ങളിൽ കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് മുന്നണി ഉണ്ടാക്കി, ഗവൺമെന്റ് ഉണ്ടാക്കി. കോൺഗ്രസിന് അടിസ്ഥാനപരമായി ഇന്ത്യ മുഴുവൻ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്നോട് ചോദിച്ച സഖാവാണെങ്കിൽ സഖാവിനറിയാം, പശ്ചിമ ബംഗാളിൽ നോമിനേഷൻ കൊടുക്കണമെങ്കിൽ കോൺഗ്രസിന്റെ സഹായം വേണം. പറഞ്ഞു മനസ്സിലായി? അതാ സഖാവെന്ന് ആരെയും വിളിക്കാം, സഹോദരൻ എന്നാണ് എന്റെ അർത്ഥം, അല്ലാതെ കോമ്രേഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു കോമ്രേഡ് ആണ്. അല്ല ഇന്ത്യ ഇപ്പൊ കേരളത്തിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസിക നടത്തിയ സർവേയിൽ കേരളത്തിൽ പറയുന്നത് എന്താ അറിയാം? 80% ആളുകൾ, കേരളത്തിലെ ആളുകൾ പറയുന്നു ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം. ഇവിടെ ഇപ്പൊ പറയുന്നല്ലോ രാഹുൽ പ്രധാനമന്ത്രിയാകുന്നു. രാഹുൽ എങ്ങനെ പ്രധാനമന്ത്രിയാകുന്നത് പറയട്ടെ. എവിടെ നോട്ട് കിട്ടിയിട്ടാ രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകുന്നത്? എവിടെ നോട്ട് കിട്ടിയിട്ടാ രാഹുൽ ഗാന്ധി ആവുന്നത്? പറയട്ടെ. നിങ്ങൾ ആരാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തീരുമാനിക്കുക ആകാരമാകുന്നു. നിങ്ങളിപ്പോഴേ തീരുമാനിച്ചോ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആകെ 3 സംസ്ഥാനങ്ങൾ ജയിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 3 സംസ്ഥാനങ്ങൾ ജയിച്ചു എന്ന് പറയുന്നു. അവിടെ BJPയും കോൺഗ്രസും തുല്യമാ. ആകെയുള്ളത് 110 സീറ്റായി 3 സംസ്ഥാനങ്ങളിൽ. ഈ 3-4 സീറ്റുകൾ നിങ്ങൾ പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ആകെ കിട്ടിയ സീറ്റുകളിൽ അവിടെയുള്ള അത്രയും സംസ്ഥാനങ്ങളുള്ളത് 110 സീറ്റാണ്. UP-യിൽ 80 സീറ്റുള്ള UP-യിൽ അവിടെ ആരാ പ്രബല കക്ഷി? SP-യും BSP-യും അല്ലേ? പശ്ചിമ ബംഗാളിൽ നിങ്ങൾക്ക് നോക്കണോ? ഞങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പശ്ചിമ ബംഗാളിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയോ? 2004 ആവർത്തിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഈ കേരളത്തിൽ നിന്ന് ഒറ്റ സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല. 2004 18 സീറ്റ് ഇടതുപക്ഷത്തിന്, 18 സീറ്റ്. ഒരു സീറ്റ് ഒരു സീറ്റ് BJP കിട്ടിയില്ല. ഒരു സീറ്റ് NDAക്ക്, BJPക്ക് അല്ല. ഒരു സീറ്റ് മുസ്ലിം ലീഗിന്. ഇതാണ് വരാൻ പോകുന്നത്. നോബൽ സാറ് പറഞ്ഞത് ഇന്ത്യയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ നമ്മുടെ സ്വാമി വിവേകാനന്ദനെ അദ്ദേഹം കൂട്ടുകയുണ്ടായി. സ്വാമി വിവേകാനന്ദ 1863 അമേരിക്കയിൽ ചിക്കാഗോയിൽ പ്രസംഗം നടത്തിയിട്ട് അദ്ദേഹം കട്ടിലല്ല കിടന്നത്, നിലത്താണ് കിടന്നുറങ്ങിയെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ സായിപ്പ് കട്ടിൽ കൊടുത്തിട്ട് പോലും വിവേകാനന്ദൻ നിലത്ത് കിടന്നുറങ്ങി. പക്ഷേ നമ്മുടെ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ, PSC പരീക്ഷ ചോദിച്ചതാണ്, ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചപ്പോൾ ശ്രീ നരേന്ദ്രമോദി എന്നാണ് ഉത്തരം വന്നത്. അപ്പോൾ ഇത്രയും യാത്ര ചെയ്തിട്ടും എന്താണ് ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടായതെന്ന് പറയാൻ സൂചിപ്പിക്കണം. 2 ബഹുമാനപ്പെട്ട അനന്തകുമാർ സാറിനോടാണ്. വെള്ളപ്പൊക്കം ഒരു പക്ഷേ മനുഷ്യനിർമ്മിതം തന്നെ എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ പറയുക, പ്രിയപ്പെട്ട മണി സാറ് മന്ത്രി അദ്ദേഹം പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു മഹാദുരന്തം വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാവും, അത് ചിലപ്പം നമ്മളൊക്കെ അനുഭവിക്കണം, കുറേ എണ്ണം ചാവും. ഇത്രയ്ക്ക് ലാഘവ ബുദ്ധിയോടെ കേരളം ഭരിച്ച ഒരു മന്ത്രി ഇത്ര മോശമായി വെള്ളപ്പൊക്കത്തെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞതിൽ അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് അങ്ങയുടെ അഭിപ്രായം നരേന്ദ്രമോദി ഏറ്റവും അധികം വിദേശകാര്യ രാജ്യങ്ങൾ സഞ്ചരിച്ചും അവരുമായി നയതന്ത്രബന്ധത്തിലേർപ്പെടുകയും അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തേത് എല്ലാ അയൽ രാജ്യങ്ങളും, പാകിസ്ഥാൻ ഒഴിച്ച് എല്ലാ അയൽ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ചൈനീസ് കടന്നുകയറ്റം ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ളത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്. അരുണാചൽ പ്രദേശിൽ മൻമോഹൻ സിംഗ് വരരുതെന്ന് ചൈനീസ് പ്രധാനമന്ത്രി പറഞ്ഞു, അദ്ദേഹം പോയില്ല. ഇപ്പൊ പോകുന്നു നരേന്ദ്രമോദി. ചൈനീസ് കടന്നുകയറ്റം കണ്ട് പേടിക്കുന്നവരല്ല നരേന്ദ്രമോദി എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. 1. 2, ആ മോദി അങ്ങനെ പോയത് കൊണ്ടാണ് ആ ചൈന ഉൾപ്പെടെ, ഇവരുടെയൊക്കെ പലരുടെയും ചൈന ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ഇപ്പം മിണ്ടാത്തത്, പാകിസ്ഥാനെതിരെ ഇത് ചെയ്തപ്പോൾ. രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ ആര് പ്രധാനമന്ത്രിയാകും എന്ന് ചോദിച്ചു. ഇവിടെ ഒരു സർവേയിൽ, കേരളത്തിലെ ഒരു സർവേയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ മഹാഗഠബന്ധൻ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ പ്രിയങ്കാ ഗാന്ധി ഇറക്കിയത്? പ്രിയങ്കാ ഗാന്ധി ഇറക്കിയപ്പോൾ ഇവിടെ എന്നാ ചില പത്രങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കണ്ണ്, ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, എന്തെല്ലാം അളവ് ഇന്ദിരാഗാന്ധിയുടെ, എന്നിട്ട് എന്തുണ്ടായി? അതും പരാജയപ്പെട്ടിരിക്കുന്നു. സംശയം വേണ്ട, വരുന്ന മെയ് മാസം അവസാനം ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ നരേന്ദ്രമോദി മാത്രമായിരിക്കും എന്നുള്ള സംശയമില്ല. അങ്ങനെ വരുമ്പോൾ കേന്ദ്രവുമായി സഹകരിക്കുന്ന കുറെ MP-മാരെ ഇവിടെ നിന്ന് ഉണ്ടാക്കണം. ബഹുമാനപ്പെട്ട അനന്തകുമാർ തന്നെ പറഞ്ഞു, NDAക്ക് ഒരു സീറ്റ് അദ്ദേഹം നീക്കിവെച്ചിട്ടുണ്ട് 2004. അതിലും കൂടുതൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സുപ്രീം കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു. അതിനകത്ത് ഭൂരിപക്ഷ തീരുമാനപ്രകാരം ലിംഗസമത്വം നടത്തണം എന്ന് സുപ്രീം കോടതി വിധിച്ചു. അപ്പോൾ തിടുക്കത്തിൽ സംസ്ഥാന സർക്കാർ ഈ വിധി നടത്തുന്നതിനായി നടപടികൾ തുടങ്ങിയപ്പോൾ നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ചോര ഊറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാതെ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? നിങ്ങളുടെ അതിന് മറുപടി പറയണം. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി മറുപടി പറയണം. നിങ്ങളുടെ സഖ്യകക്ഷിയായ ശിവസേന സാമ്നയിൽ കൂടി കഴിഞ്ഞ 4.25 വർഷത്തെ നിങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് രൂക്ഷമായി വിമർശിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തേ മറുപടി ഇല്ലാതിരുന്നു?
നിങ്ങൾ 5 വർഷം, അതായത് 59 മാസം കഴിഞ്ഞപ്പോൾ 6000 രൂപ പിച്ചക്കാശ് നീട്ടി രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കിയല്ലേ ചെയ്തത്? 15 ലക്ഷം രൂപയുടെ പലിശയാണോ ഇത്? നിങ്ങളിപ്പോ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെയുള്ളത് പ്രൈവറ്റ് സ്വകാര്യ മേഖലകൾക്ക് എഴുതി കൊടുക്കുന്നതിന് ശ്രമിക്കുകയല്ലേ? നിങ്ങൾ അധികാരത്തിൽ വന്നത് 2014 സ്വകാര്യ മുതലാളിമാരുടെ പണം കൊണ്ടല്ലേ? നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ള വ്യാമോഹമുണ്ടല്ലോ. 29 സംസ്ഥാനങ്ങളിലും 7 കേന്ദ്ര പ്രദേശങ്ങളിലും സ്വാധീനമുള്ള കോൺഗ്രസ് അനുവദിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന് പറയാനൊക്കത്തില്ല. കാരണം അവർ സംസ്ഥാനങ്ങളിലില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അനന്തഗോപൻ സാറിനോട് എനിക്കൊരു ചെറിയ ചോദ്യമുണ്ട്. സാറ് പറഞ്ഞു ഇവിടെ ക്ഷേമ പെൻഷനുകളെല്ലാം വർദ്ധിപ്പിച്ച് കൃത്യമായി കൊടുക്കുന്നു. സാർ, എനിക്കൊരു ചോദ്യമുണ്ട്. ഞാനൊരു മുനിസിപ്പൽ കൗൺസിൽ കൂടിയാണ്. സാർ, 1.5 വർഷത്തെ അപേക്ഷകൾ സാർ കെട്ടിക്കിടക്കുകയാണ് സാർ. 18 മാസം മുമ്പുള്ള അപേക്ഷകൾ പോലും പരിഗണിക്കപ്പെട്ടില്ല സാർ. എന്ന് പരിഗണിക്കും സാർ ഈ അപേക്ഷകൾ? ഉടനെ കൊടുക്കും എന്ന് നിങ്ങൾ പറയുന്നു സാർ. 18 മാസമായി പെൻഷനുകൾ കുടിശ്ശികയായി കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം. എന്നോട് ചോദിച്ചാൽ ഇവിടെ കോൺഗ്രസും BJPയും ഈ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. കോൺഗ്രസും BJPയും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ്. അവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ചില ചർച്ച നടന്നല്ലോ. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആരാ ഉത്തരവാദി? BJP മാത്രമാണോ? ആരാണ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണയാവകാശം കമ്പനികൾക്ക് വിട്ടുകൊടുത്തത്? UPA ഗവൺമെന്റ് അല്ലേ? അപ്പൊ കോൺഗ്രസും BJPയും അക്കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിച്ചവരാണ്. ഈ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കി. ആ നയങ്ങൾ നടപ്പാക്കിയതാരാ? കോൺഗ്രസ് അല്ലേ? ആ നയങ്ങളുടെ ഫലമല്ലേ ഇന്നിപ്പോ 5 വിമാനത്താവളങ്ങൾ അദാനിക്ക് തീർവിലയ്ക്ക്, ഇറച്ചി വിലയ്ക്ക് വിട്ടിരിക്കുന്നു. 5 വിമാനത്താവളങ്ങൾ ഈ ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടല്ലേ ചെയ്തത്? അതിന് ഉത്തരവാദി കോൺഗ്രസ് കൂടിയല്ലേ ഈ നയങ്ങൾ നടപ്പാക്കിയത്? അപ്പോ ആ തരത്തിൽ ഈ നാടിനെ വിറ്റുമുടിക്കുന്ന കാര്യത്തിലും ഇവിടെ വർഗീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിലും കോൺഗ്രസും BJPയും തമ്മിൽ യാതൊരു വ്യത്യസ്തതയുമില്ല എന്നതാണ് പ്രശ്നം. മറ്റൊന്ന്, അഴിമതിയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ അഴിമതി ഉണ്ട്. ഈ നാട് ജനങ്ങളാകെ കോൺഗ്രസിനെ വെറുക്കുന്ന സ്ഥിതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉണ്ടായല്ലോ. ആ ഘട്ടത്തിലാണ് BJP പറഞ്ഞത് അഴിമതി വിമുക്ത ഭാരതം. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? അഴിമതി വിമുക്ത ഭാരതത്തിന്റെ അവസ്ഥ എന്താ? 49 ആളുകളുടെ ജീവനെടുത്ത വ്യാപം അഴിമതി ഈ BJPയുടെ കാലഘട്ടത്തിലല്ലേ ഈ കേരളത്തിൽ ഉണ്ടായത്? 49 ആളുകളുടെ ജീവനെടുത്ത അഴിമതി. അതുപോലെ തന്നെ ഇപ്പോൾ റാഫേൽ, ഏറ്റവും അവസാനമായി വന്ന റാഫേൽ അഴിമതി BJPയുടെ കാലത്തല്ലേ? നിരവധിയായിട്ടുള്ള അഴിമതിയുടെ കഥ പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ അതിനേക്കാൾ ഉപരിയായി അഴിമതിക്കാരുടെ പാർട്ടിയായി BJP ഇന്ത്യ രാജ്യത്ത് മാറിയിരിക്കുന്നു എന്നത് ഈ നാട്ടിലെ ജനങ്ങൾ പെൻഷൻ അപേക്ഷ കെട്ടിക്കിടക്കുന്നതാണ് വേറൊരു പരാതി. പെൻഷൻ അപേക്ഷകൾ ചിലപ്പോൾ ഉണ്ടാവാം. ഇപ്പൊ എന്താ ചെയ്യുക? ഇപ്പോ UDF ഗവൺമെന്റ് ആ കാലഘട്ടത്തിൽ 600 രൂപയാണ് പെൻഷൻ കൊടുത്തിരുന്നത്. 3 വർഷക്കാലത്തെ കുടിശ്ശിക പറയട്ടെ, ഞാൻ പറയാൻ പോവുകയാണ്. 3 വർഷക്കാലത്തെ കുടിശ്ശിക ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 1 മാസത്തെയെങ്കിലും കുടിശ്ശിട്ടോ. ഇപ്പൊ അഡ്വാൻസ് കൊടുക്കാൻ പോയ 1200 രൂപ, 1ഉം 2ഉം അല്ല, 1200 രൂപ 52 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഇപ്പൊ കൊടുക്കാൻ പോവുകയാണ്. ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടി 5600 രൂപ ഏപ്രിൽ മാസത്തെ അഡ്വാൻസ് ആയി വീടുകളിൽ എത്താൻ പോവുകയാണ്. പുതിയതായി അപേക്ഷകൾ, ആ അപേക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ചില അപേക്ഷകളിൽ തന്നെ വ്യത്യസ്തങ്ങളായ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. അതിന്റെ എല്ലാം പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പുതിയ അപേക്ഷകൾ പരിഗണിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കാലതാമസം വരുന്നത്. ബഹുമാനപ്പെട്ട സഹോദരൻ ചോദിച്ചതിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി വന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധി, കേരളത്തിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ 3-ാം നമ്പർ ചട്ടം, ആ ചട്ടം സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു. ആ ചട്ടം സ്ട്രക്ക് ഡൗൺ ചെയ്ത് വിധി 11 മണിക്ക് വന്നു. 1 മണിയായപ്പോൾ കേരള മുഖ്യമന്ത്രി ഇവിടെ പത്രസമ്മേളനം നടത്തി. സുപ്രീം കോടതിയിൽ സ്ത്രീകൾ ആരെങ്കിലും കയറുന്നുണ്ടോ അവിടെ ഞങ്ങൾ കയറ്റാം എന്നാണ് പത്രസമ്മേളനത്തിൽ വന്നത്. സുപ്രീം കോടതിയിൽ സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഡയറക്റ്റീവ് വിധിയില്ല. വിധി എന്ന് പറഞ്ഞാൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് അത് മാറ്റിക്കളഞ്ഞു. അപ്പോൾ എന്താണ് EM പൂശാനുണ്ടോ എങ്കിൽ പൂശിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിയ പ്രഖ്യാപനം. അതിനുശേഷം ആ സമരം BJP ഏറ്റെടുത്തു.
BJP ഏറ്റെടുത്ത ശേഷം ഇവിടെ കൊടുത്ത് 51 പേര് കയറ്റി എന്ന നിയമസഭയിൽ കൊടുത്തു. പക്ഷേ 2 പേരെ കയറ്റി. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഈ നാട്ടിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് 2 പേരെ കയറ്റി. അപ്പൊ ഇപ്പോ അതിന്റെ കോൺഗ്രസ് അത് മുതലെടുക്കാൻ നടക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, 3400 കേസ്, ഞാൻ പറയട്ടെ, ചോദിച്ചാൽ ഉത്തരവാ പറയുന്നത്. 3400 കേസാണ് BJP പ്രവർത്തകർക്കെതിരെ എടുത്തത്. 11,000 BJP പ്രവർത്തകരാണ് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത്. അതില് കോൺഗ്രസിന്റെ കേസില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് MLA-മാർ പോയി അറസ്റ്റ് ചെയ്തില്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിരാഹാരം നടത്തി. കോൺഗ്രസിന്റെ MLA-മാര് അവിടെ വെറും സമരം നടത്തി. ആ സമരത്തിൽ 2ാം ദിവസം പോയത് പിണറായി വിജയനാണ്. നിങ്ങൾ ഓർക്കണം. അപ്പൊ കോൺഗ്രസും CPM കൂടെ ഒത്തുചേർന്നുള്ള ഒരു കളിയാണ്. രാഹുൽ ഗാന്ധി എറണാകുളത്ത് വന്നു. ശബരിമല വിഷയത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ശബരിമല വിഷയത്തെ കുറിച്ച്. അപ്പോ ഞങ്ങള് ആ സമരത്തിന്റെ തീച്ചുളയിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ജനാഭിപ്രായം ഉണ്ടാവും. ആ ജനാഭിപ്രായവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾ. അത് നമുക്ക് കാണാം. അത് നിങ്ങൾ പറയുന്നല്ലോ, അത് നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. അതൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാ സുപ്രീം കോടതിയിൽ. ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാ. ആ വിധിയിൽ സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് സർക്കാരിരിക്കട്ടെ, ഞങ്ങളെ ഓർഡിനൻസ് കൊണ്ടുവരും. 2-3 കാര്യങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയുണ്ടായി. അതിൽ ബഹുമാനപ്പെട്ട അനന്തഗോപൻ സഖാവും നോബിളും പറഞ്ഞപ്പോൾ അത് പരാമർശിച്ചു പോവുകയുണ്ടായി. ആ കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. ഒന്ന്, പെട്രോളിൻ്റെ വില വർദ്ധനം. UPA ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചിട്ട് പോയിട്ടും 50 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. $150 ആയിരുന്ന സമയത്ത്. പക്ഷെ BJP അന്ന് പറഞ്ഞ പെട്രോളിൻ്റെ വില കുറയ്ക്കുമെന്നാണ് പറഞ്ഞു. പാർലമെന്റിന് മുന്നിൽ ഇരുചക്ര വാഹനങ്ങൾ വലിച്ചുകൊണ്ട് പോയി. പക്ഷെ എന്തെല്ലാം സമരങ്ങൾ നടത്തി. പക്ഷെ ആ സമരങ്ങളിൽ ഒന്നും യാതൊരു ആത്മാർത്ഥയും BJPക്കില്ല. രണ്ടാമതായി പറഞ്ഞ നമ്മുടെ ജില്ല ഒരു തീർത്ഥാടന ജില്ലയാണ്. നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമല പ്രശ്നം വഷളാക്കിയതിന് 2 രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒന്ന് BJPക്കും ഒന്ന് CPM-നും. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് മോഡൽ സമരം നടന്നപ്പോൾ കോൺഗ്രസിൻ്റെയും UPA-യുടെയും ഗവൺമെൻറ് ഓർഡിനൻസ് കൊണ്ടുവന്നതുപോലെ ഓർഡിനൻസ് കൊണ്ടുവന്ന് ആ പ്രശ്നം പരിഹരിക്കായിരുന്നു. CPM ഗവൺമെൻറ് ചെയ്തെന്താ? CPM ഗവൺമെൻറ് ശബരിമലയിൽ അയ്യപ്പ പോലീസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പോലീസുകാർ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു, അയ്യപ്പ ഭക്തന്മാരായിരുന്നു, അയ്യപ്പ പോലീസ് എന്നാണ്. അവിടെ 10,000-കണക്കിന് പോലീസിനെ 7.5 ഏക്കർ സ്ഥലം വരുന്ന ശബരിമല സന്നിധാനത്തിൽ കൊണ്ടുപോയി വിന്യസിച്ച് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ അയ്യപ്പ ഭക്തന്മാർക്ക് ഉപദ്രവം ഉണ്ടാക്കി അവിടെ ഒരു കലാപഭൂമിയാക്കി മാറ്റിയത് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു സംശയവും. ഇവിടെ ഇപ്പോ DCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായി ഈ ശബരിമലയിലെ കലാപത്തിൽ BJP-യും കോൺഗ്രസും ഒരേ പക്ഷത്തായിരുന്നു എന്നത് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ശബരിമലയിൽ വിശ്വാസം നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഇന്ത്യ രാജ്യത്തെ പരമോന്നത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ ആ വിധി അംഗീകരിക്കാനുള്ള ബാധ്യത ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കുമുണ്ട്. ആരെങ്കിലും ശബരിമലയ്ക്ക് പോകണമെന്ന് പിണറായി വിജയനോ ഈ കേരളത്തിലെ ഇടതുപക്ഷക്കാരോ ആരും പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് പോകാം. കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ട്, അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കുമുണ്ട്. ആ നടപടി മാത്രമാണ് ഇവിടെ ശബരിമല സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. എത്ര കലാപമാണ് നടത്തിയത്? ആരാ കലാപം നടത്തിയത്? പോലീസ് വേണ്ടേ? അവിടെ ഈ ശബരിമലയെ കലാപഭൂമിക്കാക്കി ഇവിടെ വിശ്വാസി അവിശ്വാസി ചേരിതിരുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് BJP-യും കോൺഗ്രസുമല്ലേ? 52 വയസ്സുള്ള അയ്യപ്പ ഭക്തരുടെ തലക്കിട്ട് നെയ്ത്തങ്ങ കൊണ്ട് എറിഞ്ഞ് അവിടെ അവർക്ക് പരിക്കേൽപ്പിച്ചത് ആരാ? BJP-കാരല്ലേ? ഹംഗാരിമാരല്ലേ? രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കൊടിയില്ലാതെ നിങ്ങൾ സമരത്തിൽ പൊക്കോളാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കാക്കിനും കിറക്കി നിങ്ങൾ ഇട്ടോ, അത് മുണ്ട് മടക്കി കുത്തരുത്, ആരും കാണരുത് എന്നല്ലേ അതിന്റെ അർത്ഥം.
BJP എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ BJP എന്ന നിലയിലല്ലേ ഇന്നിപ്പോ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇത്തരം ഒരു അവസ്ഥ പറയുമോ? ശബരിമലയിൽ കലാപം ഉണ്ടാക്കിയത് ഇടതുപക്ഷ മുന്നണിയാണ് എന്ന് പറയാനുള്ള ഇവർ തമ്മിലുള്ള അവിശ്വത്വ കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ അത്തരത്തിൽ പറഞ്ഞ്, അല്ലെങ്കിൽ കലാപകാരികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കലാപകാരികൾ ആരാണ് എന്ന് പറയാനുള്ള ആർജവത്വം ഒരു മതനിരപേക്ഷ പാർട്ടിയായി അംഗീകരിക്കപ്പെടുന്ന കോൺഗ്രസ് ഉണ്ടാവണ്ടേ? ആ ആർജവത്വം ഉണ്ടായോ? ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി 100 കോടി രൂപ ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടി വന്നു. 739 കോടി രൂപ 739 കോടി രൂപ ശബരിമലയുടെ വികസനത്തിനും നൽകിയിട്ടുണ്ട്. ആ കൊടുക്കേണ്ടി വന്ന എന്ത്? സംഘപരിവാർ ആഹ്വാനം ചെയ്തു, ആരും കാണിക്കയിടാൻ പാടില്ല. എന്നിട്ട് ഹൈക്കോടതി കൊണ്ട് കാണിക്കിട്ടോ, അത് വേറെ കാര്യം. ആരും കാണിക്കയിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വാസികൾ അങ്ങനെ ഒരു ആഹ്വാനം നടത്തുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ മതവിശ്വാസത്തോട്, ഈശ്വര ഭക്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള വിധേയത്വമുള്ള ആരെങ്കിലും അത്തരം ഒരു കാര്യം പറയുമോ? അമ്പലങ്ങളിൽ പോയി കാണിക്കയിടാൻ പാടില്ല എന്ന് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ കൊടുക്കേണ്ടി വന്നത്? അനന്തോപൻ സാറിനോട് ഈ പ്രതികരണങ്ങളിൽ നിന്നും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ 1-2 ചോദ്യം ചോദിക്കുന്നു. ഇന്ത്യയിലെ 540 പാർലമെന്റ് നിയോജക മണ്ഡലമുണ്ട്. 43 നമ്മുടെ നോമിനേറ്റ് ചെയ്യുന്നത്. ഈ 540 പാർലമെന്റിൽ നിങ്ങൾ കുറച്ച് സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്. ബംഗാളിൽ 2, ത്രിപുരയിൽ 2, കേരളത്തിൽ ബാക്കി. ഈ സീറ്റുകളിൽ 540 സീറ്റുകളിൽ ഒരു സീറ്റിലെങ്കിലും നിങ്ങൾ BJPയുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ സാർ? 2, ത്രിപുരയിൽ നിങ്ങൾക്ക് ത്രിപുര വെസ്റ്റും ത്രിപുര ഈസ്റ്റും നിങ്ങൾക്ക് അവിടെ മത്സരിച്ച് ജയിക്കാൻ കഴിയുമോ ഇപ്രാവശ്യം? ബംഗാളിൽ ഞങ്ങൾക്ക് 4, നിങ്ങൾക്ക് 2. ആ 2 സീറ്റിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമോ? കേരളത്തിൽ നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? കേരളത്തിൽ തന്നെ നിങ്ങളുടെ കള്ളക്കളി വെളിവാകുന്നതല്ലേ ഓ രാജഗോപാലിന്റെ വിജയം എന്ന് പറയുന്നത്? നിങ്ങൾക്കുണ്ടായിരുന്ന 32,000 വോട്ട് 10,000 വോട്ടായി കുറഞ്ഞത് ആ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടല്ലേ? ത്രിപുരയിലേക്ക് വാ. ത്രിപുരയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന MPമാരും അവിടുത്തെ നേതാക്കന്മാരും ഇപ്പോൾ BJPയുടെ സമുന്നത നേതാക്കന്മാരല്ലേ? നിങ്ങളുടെ MLAമാർ 10 പേർ BJPയുടെ സ്ഥാനാർത്ഥികളായിരുന്നില്ലേ? 32 സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ, നിങ്ങളുടെ നേതാക്കന്മാർ BJPയുടെ സ്ഥാനാർത്ഥികളായിരുന്നില്ലേ? നിങ്ങളെ മൂടോടെ അവരെടുത്തു. അതാണ് സ്ഥിതി. നിങ്ങൾ ഇവിടുന്ന് ഒരു MPയെ വിജയിപ്പിച്ചു വിട്ടാൽ ആ MP സ്ഥിരമായി കോൺഗ്രസ്സുകാരനാകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് സ്ഥിതി. എനിക്ക് ചോദിക്കാനുള്ള അനന്തോൻ സാറിനോടാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്താണ്? ഇന്ത്യക്കകത്ത് ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്താണ്? 1. 2, എനിക്ക് ബാബു ജോർജ് സാറിനോട് ചോദിക്കാനുള്ളത്. ഈ ബാബു ജോർജ് സാർ മുമ്പ് പറഞ്ഞു, ഞാനാണെങ്കിൽ പറഞ്ഞിട്ടേ ഇല്ല എന്താ ആന്റണി ഇവിടെ മത്സരിപ്പിക്കേണ്ടെന്ന്. ഫെബ്രുവരി 26-ാം തീയതി സംസ്കൃതി ന്യൂസിനകത്ത് വന്ന ന്യൂസ് എന്റെ കൈകാതിരിപ്പണി ഞാൻ ഇപ്പം കൊണ്ട് കാണിക്കാം, ഇപ്പൊ ഇവിടെ നിന്ന് കാണിക്കാം. അതിനകത്തില് ബാബു ജോർജ് സാറാണ് പറഞ്ഞിരിക്കുന്നു, വീഡിയോ 1 ചാനലിനകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ആന്റണി മത്സരിപ്പിക്കേണ്ടത്. എന്നിട്ട് അത് പറഞ്ഞിട്ടില്ല, കാണിക്കണം ആന്റണി മത്സരിപ്പിക്കേണ്ടതെന്ന്. BJPയോട് ചോദിക്കാണ്, BJPയുടെ പേരിനോട് ചോദിക്കാനുള്ളത്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് വിധി വന്നത്. അപ്പോൾ സമരം ചെയ്യേണ്ട സുപ്രീം കോടതി പോയല്ലേ വാദിക്കേണ്ടത്? ഇവിടെ കേരളത്തിനകത്തും തെരുവിൽ കടന്ന് ഇത്രയും കലാപം ഉണ്ടാക്കേണ്ട എന്തായിരുന്നു അതിന് കാരണം? വ്യക്തമാണ്. ആദ്യ ചോദ്യം താങ്കൾ മറുപടി പറയൂ. BJPയുടെ ജനദ്രോഹ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക വളരെ വ്യക്തമാണ് ഞങ്ങളുടെ നയം. 1. രണ്ടാമതായി ഇന്ത്യ രാജ്യത്ത് ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാവണം. 3. ഇടതുപക്ഷത്തിന്റെ സ്വാധീനം പാർലമെന്റിൽ വർദ്ധിപ്പിക്കണം. ഈ 3 വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ ശബരിമലയുടെ പേരിലും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ജനങ്ങളെ ഒത്തൊരുമയെ ഇല്ലാതാക്കാൻ, മതനിരപേക്ഷ നിലപാടുകളെ ഇല്ലാതാക്കിക്കൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് BJPയും കോൺഗ്രസും ഏർപ്പെട്ടിരിക്കുന്നത്. അത് ഈ കേരള ജനത ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന വസ്തുതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം, കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേൾക്കാൻ തയ്യാറാകണം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും 1-ൽ കൂടുതൽ ആളുകളുടെ പേരുകൾ ഇട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു ചാനലുകാരെ എന്നോട് ചോദിച്ചു, നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കും, യാതൊരു സംശയവും വേണ്ട. എന്നല്ലാതെ ഈ 2 പേരുടെയും കയ്യിൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. 2 പേർ, അതിപ്പോൾ ഞാൻ വർത്തമാനം പറയുന്ന എത്രയോ ചാനലുകൾ എടുക്കാം. 2 പേരുടെ കയ്യിൽ എൻ്റെ മോനെ ആ വിഷയം അല്ല അല്ലെന്നേ ഇടന്നേ ഇട ഇങ്ങ് കൊണ്ടുപോവാ.
ഉണ്ടായിട്ടില്ല. അവർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലെന്നും DCC പ്രസിഡന്റ് ബാബു ജോർജ് പറഞ്ഞു. ശരി ശരി ഓക്കെ. അല്ല എനിക്ക് പറയാം തീർച്ചയായും നമുക്ക് കാണിച്ചു തരാം. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം കാണിച്ച സംസ്കൃതി ചാനലിന്റെ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങളാ. ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ കൈരളി ചാനലിൽ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും നിയമപരമായ സ്ഥാപനങ്ങളുടെ മുന്നാൽ എൻ്റെ നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരക്ഷരം ഈ പത്തനംതിട്ട പാർലമെന്റിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട MP-യെ മാറ്റണമെന്നോ ഇവിടെ വേറെ കൊടുക്കണമെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമസഭാ സ്ഥാപനത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവരും. ചുമ്മാ വന്നിരുന്ന് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ആ സമീപനം ഇവിടെ വേണ്ട. യാതൊരു സംശയം വേണ്ട. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ആണെങ്കിലും രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ഞാൻ കൈരളി ചാനലിൽ വീണ്ടും പറയുന്നു, പത്തനംതിട്ട പാർലമെന്റിൽ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എത്തി നോക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മതിക്കില്ല. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർഡിനൻസ് ഇറക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാർ എന്തിന് ഇത്തരം വാചകമടി നടത്തുന്നു? അതാണ് ചോദ്യം. ഞാൻ പറയട്ടെ. BJP-യെ തോൽപ്പിക്കാൻ CPM-ന് സാധിക്കും, BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് കട്ടുറുമ്പിന് കാട്ടാനയെ കൊല്ലണമെന്ന് തോന്നാം. അല്ലെ അണ്ണാൻ ആനയെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നാം. അണ്ണാൻ ആനയെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നാം. അതുപോലെ ഇവർ രണ്ടുപേരും നടക്കുന്നതെന്ന് നടക്കാൻ പോകുന്നുള്ളൂ. കേരളത്തിലും BJP പത്തനംതിട്ടയിൽ BJP-യുടെ സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകും. ഞാൻ കണക്കുകൾ ഉദ്ധരിച്ചാ പറയുന്നത്. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ MD രമേശ് 1.25 ലക്ഷം വോട്ട് മേടിച്ചു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ 7 നിയോജകമണ്ഡലങ്ങളായി ഞങ്ങൾ 2,15,000 വോട്ട് മേടിച്ചു. അത് ഞങ്ങൾ 3.25 ലക്ഷം വോട്ടാക്കി മാറ്റും. ത്രികോണ മത്സരത്തിൽ ഞങ്ങൾ ജയിക്കും. പിന്നെ ഓർഡിനൻസിന്റെ അറിയാത്തിട്ട് പറയാണ്, കൺകറന്റ് ലിസ്റ്റാണ്. ഞങ്ങൾ അടുത്ത പ്രാവശ്യം അത് കൊണ്ടുവരും. സുപ്രീം കോടതിയിലെ കേസൊക്കെ കഴിയട്ടെ, ഞങ്ങൾ കൊണ്ടുവരും. സമയപരിമിതി മൂലം ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ ആര് വാഴും ആര് വീഴും. പടക്കളം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.